നമസ്കാരം. JB EduComന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ദിവസം മുഴുവൻ സന്തോഷമായിരിക്കാൻ കഴിഞ്ഞാൽ എന്ത് രസമാണല്ലേ? നമുക്ക് വളരെ എനർജറ്റിക് ആയി ഒരു ദിവസം മുഴുവൻ കഴിയാൻ കഴിഞ്ഞെങ്കിലോ? നമ്മുടെ മൈൻഡിനെ വളരെ പീസ്ഫുള്ളാക്കി നമ്മുടെ സ്ട്രെസ്സൊക്കെ കൺട്രോൾ ചെയ്ത് ആങ്സൈറ്റി ഒക്കെ മാറ്റി നമുക്ക് എങ്ങനെ ഒരു ദിവസം മുഴുവൻ കഴിക്കാം? അതിന് പറ്റുന്ന ഒരു എളുപ്പ വഴിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അനുലോം വിലോം പ്രാണായാമ അല്ലെങ്കിൽ നാഡീശുദ്ധി പ്രാണായാമയാണ്. ഇതുവഴി നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ നമ്മുടെ ശ്വാസം, നമ്മളെന്നും ശ്വാസം എടുക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾ ശ്വാസം എടുക്കുന്നത്. നമ്മുടെ ലങ്സിൻ്റെ വെറും 5-10% മാത്രമേ നമ്മൾ ശ്വാസം എടുക്കുന്നതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ആ ശ്വാസം എടുക്കുന്നതെങ്കിൽ അതിനുള്ള വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. യോഗയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യായാമ മുറയാണ് ഇത്. നമ്മുടെ ശരീരത്തിലെ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിതമായി കൊണ്ടുപോകലാണ് ഈ ഒരു ആസനത്തിൻ്റെ ലക്ഷ്യം. ഇതിന് 3 രീതിയിലുള്ള ക്രമങ്ങളാണ് വരുന്നത്: ഇൻഹേലേഷൻ, ഹോൾഡ് ആൻഡ് എക്സലേഷൻ. നമുക്ക് പ്രധാനമായും ഫിസിക്കലി, മെൻ്റലി, സ്പിരിച്വലി ഒക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നത്. നമ്മുടെ ശരീരത്തിലെ ഇൻറ്റേർണൽ ഓർഗൻസിനെ പ്രകൃതിദത്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകലാണ് ഈ യോഗയുടെ ലക്ഷ്യം. നമ്മുടെ തലച്ചോറിലേക്ക് വേണ്ടത്ര ഓക്സിജനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. നമ്മുടെ ലങ്സിനെ പൂർണ്ണമായും ആരോഗ്യപ്രദമാക്കുന്നു. പ്രോപ്പറായ ഒരു ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയ എല്ലാം ക്രമമാക്കിയെടുക്കുകയും എല്ലാവിധ അസുഖങ്ങളും നമ്മളിൽ നിന്നും വിട്ടുമാറുന്നതിനും അതിടയാകും. പ്രാണായാമത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയും ഒട്ടേറെ ഗുണങ്ങളുണ്ട്. ഇതെല്ലാം പറയണമെങ്കിൽ ഒരു വീഡിയോ തന്നെ വേണ്ടിവരും. അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതിലേക്ക് കടക്കാം. 7 വയസ്സ് മുതൽ ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന ഒരു വ്യായാമമാണ് ഈ ആസനം. നമ്മൾ ഇതെപ്പോൾ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാവിലെയാണ് ഏറ്റവും ഇത് ചെയ്യാനായിട്ട് അനുയോജ്യമായിട്ടുള്ള സമയം. എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. ആകെയുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചാൽ ഉടനെ നമ്മളിത് ചെയ്യരുത് എന്നുള്ള മാത്രമാണ്. ഒരു 2.5 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നമ്മൾ ഏതെങ്കിലും ഒരു ആസനത്തിൽ ആയിരിക്കുക. സുഖാസനം എന്ന് പറഞ്ഞാൽ ചമ്മരം പടിയിട്ടിരിക്കുക. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പത്തിലിരിക്കുക. പത്മാസനത്തിലോ അല്ലെങ്കിൽ വജ്രാസനത്തിലോ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആസനത്തിൽ ഒരു വളരെ ശാന്തതയുള്ളൊരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കുക. അതിനുശേഷം നമ്മുടെ ഇടത് കൈയിൽ ഏതെങ്കിലും ഒരു മുദ്ര, ഇപ്പം ജ്ഞാനമുദ്രയാണ്, ആ മുദ്ര പിടിക്കുന്നതായിരിക്കും അനുയോജ്യം. ഇത് നമ്മുടെ തൈസിന് മുകളിലായിട്ട് വയ്ക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഷോൾഡർ, വയറ് ഫുള്ള് റിലാക്സ് ആയിട്ടിരിക്കണം. നട്ടെല്ല് നിവർന്നിരിക്കണം. കണ്ണുകൾ ക്ലോസ് ആയിരിക്കണം. വായിൽ കൂടെ ഒരു കാരണവശാലും ശ്വാസം എടുക്കാനായിട്ട് പാടില്ല. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വലത് കൈയിൽ ചൂണ്ടുവിരലും നടുവിരലും മടക്കുക. അതിനുശേഷം ഈ വിരല് തമ്പ് നമ്മുടെ വലത് മൂക്കിലായിട്ട് പിടിക്കുകയും ഇടത് മൂക്കിലൂടെ ശ്വാസം പൂർണ്ണമായും സാവധാനത്തിൽ അകത്തേക്ക് ഇൻഹേൽ ചെയ്യുകയും അതിനുശേഷം ചെറുവിരലും മോതിരവിരലും ഉപയോഗിച്ച് ആ മൂക്ക് അടയ്ക്കുകയും വലത് മൂക്കിലൂടെ പൂർണ്ണമായും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും പിന്നീട് അത് മറ്റ് ഓപ്പോസിറ്റ് സൈഡിലൂടെ ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഒരു ആസനത്തിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഒരു 10-15 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും തവണ ചെയ്യുക. തുടക്കക്കാർ ഒരു 10 തവണയൊക്കെ ചെയ്താൽ മതിയാവും. അപ്പം എത്രത്തോളം നമ്മൾ ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയി കിട്ടും.
അപ്പം ഈ രീതിയിൽ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെസ്സുകളും നമുക്ക് വരുന്ന എല്ലാ ടെൻഷനുകളൊക്കെ മാറി നല്ല ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാൻ സാധിക്കും. അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം. അതിനുശേഷം അഭിപ്രായം, ഇനി കൂടുതൽ പറയുന്നില്ല, അതിൻ്റെ അഭിപ്രായം നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.